വിഷ്ണുശാലിനി എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. സത്യാമ്മ പറയുന്നുണ്ട്, എനിക്കുണ്ടായ മാനക്കേട്, ജീവിതാവസാനം വരെയുള്ള അഭിമാനക്ഷതം, ഇതിനൊക്കെയുള്ള ഒരു മാർഗം അവൾ തന്നെ വന്ന് പറഞ്ഞു തരണമെന്ന് പറയാണ്. അതിനുശേഷം സത്യാമ്മ ആ ജ്യൂസ് എടുത്ത് നിലത്തോട്ടൊഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതുമല്ലെങ്കിൽ ഈ ജ്യൂസ് ഈ ഗ്ലാസ്സിലോട്ട് തനിയെ കയറണം, എന്നാൽ മാത്രമേ ഞാൻ ശാലിനിയെ മാപ്പ് നൽകി ഈ വീട്ടിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയാണ്. ഇതും പറഞ്ഞുകൊണ്ട് സത്യാമ്മ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ശ്യാമ സീമന്തത്തിന് ഒരുങ്ങുന്നതാണ് കാണിക്കുന്നത്. ശാരദാമ്മയും പ്രീതിയും ശാരികയും ഒക്കെ അവിടെയുണ്ട്. എന്നാൽ ശ്യാമയ്ക്ക് വളരെ സങ്കടമാണ്. കരഞ്ഞുകൊണ്ടാണ് ശ്യാമ ഒരുങ്ങുന്നത്. ഇതിനുശേഷം പ്രീതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ കരയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പ്രീതിയേച്ചി, എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്? ശാലിനിയാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, നിനക്ക് ഒരു വിഷമവും വരരുതെന്ന് പറഞ്ഞ് ശാലിനിയാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ കുഞ്ഞേച്ചിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞേച്ചി എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അറിയോ? എൻ്റെ കുഞ്ഞേച്ചി ഇല്ലാതെ ഞാൻ എങ്ങനെയാണെന്ന് പറയാണ്. ശാരിക പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല എന്നല്ലേ ഉള്ളൂ, നിനക്ക് വേണ്ടി ചേച്ചി അവിടെ പ്രാർത്ഥിക്കുന്നു, വഴിപാട് കഴിക്കുന്നു ഒക്കെ ഉണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നത്? വിഷമിക്കേണ്ട എന്ന് പറയാണ്. അതുപോലെ പ്രീതിയും പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ശ്രമിച്ചതല്ലേ, വിഷ്ണു ഏട്ടനും അർജുനേട്ടനും രോഹിത്തും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടും അമ്മ ഒരു പടി താഴ്ന്നു തരുന്നില്ല, പിന്നെ എങ്ങനെ ശ്യാമയെന്ന് പറയാണ്. ഞാൻ സ്വപ്നം പോലും കാണാത്ത എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. ഇതിനൊക്കെ കാരണം കുഞ്ഞേച്ചിയാണ്. ഈ ഒരു സമയത്ത് കുഞ്ഞേച്ചി എൻ്റെ കൂടെ വേണ്ടേ? ഞാൻ ചെയ്ത തെറ്റിനല്ലേ കുഞ്ഞേച്ചി ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്? ഞാനല്ലേ ഈ വീടിൽ നിന്ന് പുറത്ത് പോകേണ്ടത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ശാരദാമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, സാരല്ലേ മോളെ, കുഴപ്പമൊന്നുമില്ല, ചേച്ചി ഇപ്പോൾ വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ, വിഷമിക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്നാൽ സത്യാമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ മോളെ, ഞാനിത് പണ്ടേ നിങ്ങളെടുത്ത് പറഞ്ഞതാ, എല്ലാ കാര്യങ്ങളും സത്യാമ്മയുടെ അടുത്ത് തുറന്നു പറയാമെന്ന്. സീമന്തത്തിൻ്റെ അന്ന് സുസ്മിത പറയുന്നതിന് മുൻപേ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത്രമാത്രം പ്രശ്നമൊന്നും വന്നിരുന്നില്ല, എന്നാൽ മോൾ ഇനി സങ്കടമൊന്നും പെടണ്ട, ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറയാണ്. അങ്ങനെ ഇതേ സമയം അങ്ങോട്ടേക്ക് സത്യാമ്മ കയറി വരികയാണ്. എന്താ ഇവിടെ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ? എന്താ ശ്യാമ കരയാണോ? മോൾ എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ സത്യാമ്മേ, അത് ശാലിനിയുടെ കാര്യമായിരുന്നു എന്ന് പറയാണ് ശാരദ. അപ്പോൾ പറയുന്നുണ്ട്, ശാലിനിയുടെ കാര്യം, മറ്റുള്ളവരുടെ കാര്യം ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, അവരുടെ കാര്യം ഇനി ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറയാണ്. അതിലെനിക്കൊരു തീരുമാനമേ ഉള്ളൂ, അത് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇതേ സമയം ശ്യാമയെടുത്ത് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒരുക്കൊക്കെ കഴിഞ്ഞില്ലേ പ്രീതി എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഒരു 2 മിനിറ്റും കൂടി ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. മതി, നിങ്ങളിടയിൽ നിന്ന് അവളെ മനസ്സ് വിഷമിക്കും, വാ മോളെ എന്ന് പറഞ്ഞ് ശ്യാമേനെ വിളിക്കുകയാണ്. കൂട്ടത്തിൽ ശാരദാമ്മേനെ വിളിക്കുന്നുണ്ട്. ശാരദാമ്മ വരും, നമുക്ക് താഴോട്ട് പോകാമെന്ന് പറഞ്ഞ് ശ്യാമേനെ താഴോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് നമ്മുടെ ശാലിനീനെ എങ്ങനെയാണോ ഒരുക്കി കൊണ്ടുവന്ന് അതേപോലെ തന്നെ സത്യാമ്മ ശ്യാമേനെയും കൊണ്ടുവരികയാണ്. അങ്ങനെ കോണി ഇറങ്ങി താഴെ എത്തുന്നു. അവിടെ ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്, ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ആരുടെയും മുഖത്ത് വല്ലാണ്ട് സന്തോഷമൊന്നുമില്ല. എന്നാലും ശ്യാമയെ ഇറക്കി കൊണ്ടുവന്ന് ശ്യാമേനെ അവിടെ താഴോട്ട് എത്തുന്ന സമയത്ത് ശ്യാമ അവിടെ തെന്നി വീഴുകയാണ്, തെന്നി നിലത്തോട്ട് വീഴുകയാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവളെ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട്. ശേഷം അച്ഛൻ പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഇപ്പോൾ വീണതല്ലേ, ഈ ഒരു സമയത്ത് വീണ് കഴിഞ്ഞാൽ ആദ്യം പോകേണ്ടത് ഹോസ്പിറ്റലിലോട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യമ്മ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ചടങ്ങ് നടത്തണ്ടേ, അതൊന്നും കുഴപ്പമില്ല, വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വല്ല പ്രശ്നമുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമേനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഉള്ളിലോട്ട്. അപ്പോൾ അങ്ങനെ പൂജാരി പറയുന്നുണ്ട്, രാഹുകാലത്തിന് ഇനി 5 മിനിറ്റും കൂടി ഉള്ളൂ, അതിന് മുൻപ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു അവസ്ഥയിൽ ഇപ്പം അത് നോക്കാൻ പറ്റുമോ? നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല തിരുമേനി എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ തിരുമേനി വീണ്ടും പൂജയൊക്കെ തുടങ്ങി. ശ്യാമേനെ ഉള്ളിലോട്ട് സത്യാമ്മയും ശാരദാമ്മയും എല്ലാം കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാലിനിയെയാണ്. ശാലിനിയും ശാന്തയും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ്. തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരും, അപ്പോൾ നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാലിനി ഡോക്ടറെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഡോക്ടറുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ എന്തോന്നും പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടാമതൊരു കൺഗ്രാജുലേഷനും കൂടിയും പറയാനുള്ളൊരു അവസരം ഉണ്ടാവുമെന്ന്, അപ്പോൾ അതാണെന്ന് പറയുന്നുണ്ട്. എന്താ ഡോക്ടർ, എനിക്ക് വല്ല പ്രശ്നമുണ്ടോ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഈ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരണോ? ഒരു ഡോക്ടറായ ഞാൻ എന്തിനാണ് കൺഗ്രാജുലേഷൻ പറയുന്നതെന്ന് നിനക്കത് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്, അതേടോ താൻ ഗർഭിണിയാണ്,
ഇത് കേട്ട് ശാലിനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശാലിനി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ സത്യമാണോ, ഞാൻ ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേടോ താൻ ഗർഭിണിയാണ്. അതല്ല ഡോക്ടർ, ഇനി ടെസ്റ്റ് എന്തെങ്കിലും മാറിപ്പോയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ലടോ താൻ ഗർഭിണിയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശാലിനി ഒരുപാട് സന്തോഷപ്പെടുകയാണ്. അപ്പോൾ ശാലിനി ഇങ്ങനെ പഴയതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ശ്യാമയുടെ മുല്ലപ്പൂ മണത്തതും അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സന്തോഷമാണ്, വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ശാലിനി നിൽക്കുന്നത്. വളരെ ഷോക്കോട് കൂടിയാണ് ശാലിനി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, ഇനി നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, ടെൻഷനൊന്നും അടിക്കരുത്, നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുക, പാലൊക്കെ കുടിക്കണം കേട്ടോ എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, ഇനി എനിക്കൊരു ടെൻഷനും ഉണ്ടാവില്ല ഡോക്ടർ, എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ടാബ്ലറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് മരുന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി ശാലിനി അവിടെ നിന്ന് പോവാണ്. ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ശാലിനിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറോട് എന്താ പറയുക, ശാലിനിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ശാലിനി ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ശാലിനി ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടും ശാലിനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ വയറിലൊക്കെ കൈവച്ച് ശാലിനി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ശാന്തേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ശാലിനി പറ്റി, എന്താ ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ ശാലിനി മോളെ എന്ന് ചോദിക്കണം. അത് പിന്നെ ചേച്ചി ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നത് ശാന്തയ്ക്ക് ഒരുപാട് സന്തോഷമാകും. മോളെ എന്തായി കേൾക്കുന്നത്. അപ്പോൾ ചുറ്റുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ശാലിനി, ചേച്ചി ഒന്ന് പതുക്കെ പറ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് പതുക്കെ പറയേണ്ട കാര്യമല്ലല്ലോ, ഇത് നല്ലൊരു കാര്യമല്ലേ, എന്നാലും മോള് കോൾ അടിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും മോൾ ആദ്യം തന്നെ വിഷ്ണുവിനെ വിളിച്ച് പറ, വിഷ്ണുവിനോടല്ലേ ആദ്യം പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. വിഷ്ണുവിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വിഷ്ണുവിനെ വിളിക്കുകയാണ്. അങ്ങനെ പുറത്ത് പോയി വിളിച്ചിട്ടും വിഷ്ണു ഫോൺ എടുക്കുന്നില്ല. വിഷ്ണുവിൻ്റെ ഫോൺ സൈലൻ്റാണ്. ചടങ്ങ് നടക്കുന്നതോടെ തന്നെ ചാർജിനിട്ടിരിക്കുകയാണ്. അങ്ങനെ വിഷ്ണു കോൾ വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ശാലിനി ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, എന്താ വിഷ്ണുവേട്ടൻ ഫോൺ എടുക്കാത്തത്. അപ്പോൾ ശാന്തേച്ചി പറയുന്നുണ്ട്, അത് പിന്നെ മോളെ അവിടെ തിരക്കല്ലായിരിക്കും, സീമന്ത ചടങ്ങിൻ്റെ തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി എന്തിനാ മോള് പേടിക്കുന്നത്, ഇനി സത്യാമ്മ നിന്നെ എന്തായാലും തിരികെ വിളിക്കും, നിന്നെ മാലയിട്ട് സ്വീകരിക്കും. കാരണം നീ കള്ളം പറഞ്ഞതല്ല എന്ന് ഇപ്പം അറിയാലോ, ഇപ്പം നീ ഗർഭിണിയാണല്ലോ. ഇനി സുസ്മിത പറഞ്ഞതൊന്നും ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, മോളെ അങ്ങോട്ടേക്ക് കയറ്റും, നമുക്കിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടേക്ക് നേരെ പോവാം, എന്നിട്ട് പറയാമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, ഒന്നും കൂടെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴും വിഷ്ണു എടുക്കുന്നില്ല. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, എനിക്ക് ആരോട് പറഞ്ഞിട്ടില്ലെങ്കിലും വിഷ്ണുവിനോട് എന്തായാലും ഈ കാര്യം പറയണം, ബാക്കിയൊന്നും എൻ്റെ മനസ്സിലില്ല. അപ്പോൾ എന്തായാലും മോളെ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവർ നേരെ വിഷ്ണുവിൻ്റെ വീട്ടിലോട്ട് പോവാണ് ഓട്ടോ വിളിച്ചിട്ട്. അപ്പോൾ ഓട്ടോയിൽ കയറി വളരെ ഹാപ്പിയോടുകൂടി ആ സ്കാനിങ് റിപ്പോർട്ടൊക്കെ പിടിച്ച് സന്തോഷത്തോടു കൂടിയാണ് ശാലിനി ഇങ്ങനെ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് കാണിക്കുന്നത് തിരുമേനി പറയുന്നുണ്ട്, രാഹുകാലം തുടങ്ങി, ഇനിയെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ തിരുമേനി ഈ സമയത്ത് രാഹുകാലം ഒന്നും നോക്കാൻ പറ്റില്ല, ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം. അങ്ങനെ ശ്യാമയുമായിട്ട് സത്യാമ്മയും ശാരദാമ്മയും ഒക്കെ കൂടി റൂമിൽ നിന്ന് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ ബാമേ, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണ്ടേ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് പറയുന്നുണ്ട്. ഇനി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ കുറച്ച് നേരം ഒബ്സർവേഷനിൽ വെക്കാൻ പറയും. പിന്നീട് ഒരുപാട് സ്കാനിങ് ഒക്കെ പറയും. ആ സ്കാനിങ് ഒക്കെ ചെയ്ത് ഒരു ബില്ലും തരും. പൈസ അടച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പൊക്കോളാൻ പറയും. പക്ഷേ ഈ ചടങ്ങ് ഇവിടെ മുടങ്ങില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തും ചോദിക്കുന്നുണ്ട് ശ്യാമയുടെ അടുത്ത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്യാമ, ഡോക്ടറെ അടുത്ത് പോകണമെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ സമയം കളയണ്ട എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും തീരുമാനത്തിൽ ഡോക്ടറെ അടുത്ത് പോവാതെ നേരെ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ തിരുമേനി പറയുന്നുണ്ട്, അവിടെ വന്ന് ഇരുന്നോളാൻ പറയുകയാണ്. അങ്ങനെ ശ്യാമ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശാലിനി നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷ്ണുവേട്ടനോടെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാണ് ശാലിനി വരുന്നത്. അങ്ങനെ ഇനി വന്നു കഴിഞ്ഞ് സത്യാമ്മയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യാമ്മ ശാലിനിയെ തിരികെ വിളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ രണ്ടുപേരുടെയും സീമന്തം ഒരേ സമയത്ത് നടത്താനുള്ള ചാൻസും ഉണ്ട്. ശാലിനി ഒരു കള്ളം പറഞ്ഞെങ്കിലും ശാലിനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുവാവ വരാൻ പോവുകയാണ് വിഷ്ണുവിനും കൂടിയിട്ട്. അങ്ങനെ ശാരദാമ്മയുടെ മനസ്സൊക്കെ മാറി അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോവട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ.